ബ്രെയിൻ അന്യൂറിസം എന്ന രോഗാവസ്ഥ ബാധിച്ചതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് പ്രശസ്ത റിയാലിറ്റി TV താരം കിം കർദാഷ്യൻ. സാധാരണ ചെക്കപ്പിന്റെ ഭാഗമായി MRI സ്കാൻ ചെയ്തപ്പോഴാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞതെന്നും കിം പറഞ്ഞു. ദി കർദാഷ്യൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് കിം ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഭർത്താവ് കാനിയെ വെസ്റ്റുമായുള്ള വിവാഹമോചനം, ബിസിനസ് മേഖലയിലെ വെല്ലുവിളികൾ, പ്രശസ്തി, മാതൃത്വം തുടങ്ങി അമിതമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയിരുന്നുവെന്നും സമ്മർദ്ദം കാരണമാണ് തനിക്ക് അന്യൂറിസം വന്നതെന്ന് ഡോക്ടർ അറിയിച്ചെന്നും കിം പറയുന്നു. സമ്മർദ്ദം എങ്ങനെയാണ് ഈ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്ന് നോക്കാം. സമ്മർദ്ദവും ബ്രെയിൻ അന്യൂറിസവും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും സമ്മർദ്ദം ഏറുക വഴി രക്തസമ്മർദ്ദത്തിൽ പെട്ടെന്ന് വർധന ഉണ്ടാവുകയും അത് അന്യൂറിസത്തിലേക്ക് നയിക്കുകയും ചെയ്യും. കൂടാതെ സമ്മർദ്ദം കൂടുന്നതിലൂടെ രക്തസമ്മർദ്ദം പെട്ടെന്ന് ഉയരുന്നത് നേരത്തെ ബ്രെയിൻ അന്യൂറിസം സ്ഥിരീകരിച്ചവരിൽ രക്തക്കുഴലുകൾ പെട്ടെന്ന് പൊട്ടി അപകടകരമാകാൻ ഇടയാകും. സമ്മർദ്ദം ശരീരത്തിൽ വീക്കമുണ്ടാക്കുകയും രക്തക്കുഴലുകൾ തകരാറിലാക്കുകയും ചെയ്യും. എന്താണ് അന്യൂറിസം? മസ്തിഷ്കത്തിലെ രക്തക്കുഴലിൽ ചെറിയ കുമിളകൾ പോലെയും വീക്കം പോലെയും വരികയും അതുമൂലം മസ്തിഷ്കത്തിന് സമ്മർദ്ദമുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബ്രെയിൻ അന്യൂറിസം അല്ലെങ്കിൽ സെറിബ്രൽ അന്യൂറിസം. അന്യൂറിസത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ബലക്കുറവുള്ള രക്തക്കുഴലുകളോടെ ജനിക്കുന്നവർക്ക് അന്യൂറിസം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു. പുകവലി ഉപേക്ഷിക്കൽ, രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഷുഗറും നിയന്ത്രിക്കൽ, അമിതവണ്ണമുള്ളവർ അത് കുറയ്ക്കൽ, ചിട്ടയായ ജീവിത രീതി എന്നിവയാണ് ഈ രോഗത്തിനുള്ള പ്രതിവിധിയായി കണക്കാക്കുന്നത്.